വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ചർച്ചയായി നിൽക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമമാണല്ലോ. ഏതായാലും ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ ഓരോ ദിവസവും ഏറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറുഭാഗത്ത് UDF-ന് ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷ നേതാവ് പതിവ് പോലെ തന്നെ ഇത്തരത്തിലൊരു ആശയം വന്നപ്പോൾ തന്നെ അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്, നെഗറ്റീവായ കമന്റുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലെ UDF യോഗം ചേർന്നപ്പോൾ പ്രതിപക്ഷ നേതാവിന് നിലപാടിനൊപ്പം നിൽക്കാൻ UDF-ന്റെ ഘടകകക്ഷികൾ തയ്യാറായില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. അവർ പറയുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ വേണം, വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് തിരിച്ചടിയാകും എന്നൊരു പൊതുവായ വികാരം UDF-ൽ ഘടകകക്ഷികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഇതിനൊക്കെ ശേഷം അവർ ഒരു നിലപാട് പറഞ്ഞേക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷീജ നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF-ന്റെ നിലപാട് എങ്ങനെയായിരിക്കുമെന്ന്. ഷീജ, ആഗോള അയ്യപ്പ സംഗമം അങ്ങനെയൊരു ആശയം വന്നപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് പതിവ് പോലെ അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്, അതിനോട് എതിരഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ UDF യോഗം ചേർന്നപ്പോൾ ഘടകകക്ഷികൾ പൊതുവെ ആ നിലപാടിനോടൊപ്പം നിൽക്കുകയായിരുന്നില്ല ചെയ്തത് എന്നാണല്ലോ കേൾക്കുന്നത്. കൂടുതൽ ചർച്ച വേണം, വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചാൽ തിരിച്ചടിയാകും എന്നാണോ ഘടകകക്ഷികൾ ഒരു പൊതുവായ വികാരം പ്രകടിപ്പിച്ചത്? മനു, തീർച്ചയായും. അതായത് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ സർക്കാരിന് വലിയ പ്രശംസയൊക്കെ പല കോണിൽ നിന്നായി ലഭിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് നിലപാട് UDF കൈക്കൊള്ളും എന്നത് തന്നെയാണ് ഏറെ നിർണായകമാകുന്നൊരു വിഷയം. അതിൽ ഈ പറയുന്നത് പോലെ പ്രതിപക്ഷ നേതാവ് പതിവ് പല്ലവി തന്നെ ഈ വിഷയത്തിലും ആവർത്തിക്കുകയാണ്. അതായത് സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പരിപാടി, അങ്ങനെ ഒരു സാധനം വരും, അങ്ങനെ ഒരു പരിപാടിയോ എന്തെങ്കിലും വരുമ്പോൾ, പദ്ധതിയോ വരുമ്പോൾ അതിനെ കണ്ണടച്ച് എതിർക്കുക എന്നുള്ളൊരു കാര്യം, അത് ആ രീതിയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് അതിനെ എതിർക്കുന്നൊരു സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷേ UDF-ലെ ഘടകകക്ഷികൾ അത്തരത്തിലൊരു സമീപനമല്ല സ്വീകരിച്ചത്. ഇതിനെ ഒറ്റയടിക്ക് എതിർക്കുന്നത് അത് ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് പ്രധാനമായും ഉള്ളത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് UDF-ലെ ഘടകകക്ഷികൾ കഴിഞ്ഞ ദിവസത്തെ UDF യോഗത്തിൽ പ്രധാനമായും ഉന്നയിച്ച ഒരു വിഷയം എന്ന് പറയുന്നത്. ഇതിൽ എടുത്തുചാടി ഒരു തീരുമാനത്തിലേക്ക് കടക്കുവാൻ പാടില്ല. അത്തരത്തിൽ കടക്കുകയാണെങ്കിൽ അത് വലിയ വിവാദങ്ങളിലേക്ക് പോകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ UDF-ന് അതൊരു ക്ഷീണമുണ്ടാക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ വശവും പരിശോധിച്ച് മാത്രം ഇതിൽ നിലപാടെടുത്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ UDF-ലെ പ്രധാന ഘടകകക്ഷികൾ എല്ലാവരും ഉള്ളത്. ഇന്ന് ഏതായാലും അവരുടെ തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് പ്രഖ്യാപിക്കും. ഇന്ന് രാവിലെ 10 മണിക്ക് സംയുക്ത വാർത്താ സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും UDF കൺവീനറും കൂടി ചേർന്നുകൊണ്ടുള്ള സംയുക്ത വാർത്താ സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിലായിരിക്കും അവർ ഇതിൻ്റെ ഒരു തീരുമാനം, അവരുടെ നിലപാട് എന്താണ് എന്ന് പ്രഖ്യാപിക്കുക. ഏതായാലും സർക്കാർ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളൊരു ആശയത്തെ അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു നീക്കമാണ് പ്രധാനമായും സർക്കാർ നടത്തുന്നത് എന്നുള്ളൊരു ആക്ഷേപമാണ് ഈ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഈ യോഗത്തിൽ ഉന്നയിച്ചത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് പൊതുവായി അംഗീകരിക്കപ്പെടുന്നുണ്ടോ ഷീജ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ഇപ്പോൾ SNDP പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ NSS പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. KPMS-ന്റെ ഭാഗത്തു നിന്ന് അതിൽ പങ്കെടുക്കും, വികസന കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയമാണെങ്കിൽ ഈ പറയുന്ന സംഘടനകളൊന്നും അങ്ങനെ ഒപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യമില്ലല്ലോ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുന്ന ആ ആരോപണത്തിന്, ആക്ഷേപത്തിന് സ്വീകാര്യത ലഭിക്കുന്നുണ്ടോ? അതാണ് മനു ഞാൻ സൂചിപ്പിക്കാൻ വന്നത്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നിലപാടാണ് SNDP-യും NSS അടക്കമുള്ള സാമുദായിക സംഘടനകൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറെ നിർണായകമായ ഒന്നാണ്. കാരണം അവരെല്ലാം അതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുള്ളൊരു സാഹചര്യത്തിൽ അതിനെ ഒറ്റയടിക്ക് എതിർക്കുകയാണെങ്കിൽ ഇവരൊക്കെ UDF-നെതിരാകുന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങും. ഇത് UDF-ലെ ഘടകകക്ഷികളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഈ യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏത് രീതിയിലുള്ളൊരു സമവായ തീരുമാനമായിരിക്കും UDF-ൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തീരുമാനം എന്താണെങ്കിലും ഇന്ന് രാവിലത്തെ ഈ ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അവർ ആ തീരുമാനം പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും എന്തായിരിക്കും തീരുമാനം എന്നുള്ളത് വരുന്ന മണിക്കൂറുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ഈ വിഷയത്തെ ഏത് രീതിയിൽ സമീപിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അതിനെ ആ രീതിയിൽ തന്നെ അംഗീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു സമീപനം അത് UDF-ലെ ഘടകകക്ഷികൾ സ്വീകരിക്കുന്നില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ മെറിറ്റ് അടക്കം പരിശോധിച്ച് മുന്നോട്ട് നീങ്ങണം എന്നുള്ളൊരു നിലപാട് ഘടകകക്ഷികൾ അറിയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിതിൽ വ്യക്തമാകുന്നത്. ഒരു കാര്യം കൂടി ഷീജ, ഏതായാലും ഇന്ന് UDF-ന്റെ കൺവീനറുടെയും പ്രതിപക്ഷ നേതാവിന്റെ ഒരു സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടായിരിക്കുമല്ലോ. അതിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം ചോദ്യമായി ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ടല്ലോ. എന്തെങ്കിലും മറുപടികൾ നമുക്ക് പ്രതീക്ഷിക്കാമോ?
മനു, സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടം വിഷയം അതിൽ ഉയർന്നു വരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഏതായാലും ഇനി എന്ത് സമീപനം അവർ സ്വീകരിക്കും? നമ്മൾ കണ്ടതാണ്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചൊരു നിലപാടെന്ന് പറയുന്നത് ഈ വിഷയം അടഞ്ഞ അധ്യായമാണ് എന്നുള്ളതാണ്. പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ, കൂടുതൽ തെളിവുകൾ ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒക്കെ ഈ വിഷയം വീണ്ടും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ചോദ്യമായി ഉയരും. പക്ഷേ എന്ത് സമീപനം പ്രതിപക്ഷ നേതാവും UDF കൺവീനറും സ്വീകരിക്കും എന്നുള്ളതാണ്. കാരണം UDFന്റെ ആകെ ഒരു കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യം നീങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ഘടകകക്ഷികൾക്ക് പോലുമുണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള സമീപനമാകും സ്വീകരിക്കുക എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും പരസ്യമായി രാഹുലിനെ തള്ളിപ്പറയുന്ന ഒരു നിലപാടുണ്ടാകും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളത് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. മനു, ശരി, ഓക്കെ, താങ്ക് യു ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF ഇന്നൊരു നിലപാട് പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ച ഒരു തീരുമാനമെന്ന് പറയുന്നത് ഇതിനോട് സഹകരിക്കേണ്ട എന്നതായിരുന്നു. പക്ഷേ UDFലെ ഘടകകക്ഷികൾ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചാൽ അത് തിരിച്ചടിയാകുമെന്നും വിവാദമുണ്ടാക്കാൻ പോയാൽ അത് വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നൊരു നിലപാട് സ്വീകരിക്കുകയും കൂടുതൽ ചർച്ച വേണം എന്നാവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകളിലേക്ക് അവർ പോവുകയും അതിനുശേഷം ഇന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ തീരുമാനം പറയും എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ഇവിടെ UDFന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത് സാമുദായിക സംഘടനകൾ ഒന്നടങ്കം ആ വിഷയത്തിൽ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ടാണ്. കാരണം സർക്കാർ അതൊരു ശബരിമലയുടെ വികസനം മുൻനിർത്തിക്കൊണ്ട് വന്നൊരു മഹത്തായ ആശയമായിരുന്നു. ശബരിമല എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം. അതിനെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോവുക, കൂടുതൽ വികസനങ്ങൾ ഏർപ്പെടുത്തുക, അങ്ങനെ ഒരുപാട് ചർച്ചകൾക്ക് വഴി തുറക്കുക എന്നതായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്നതിനോട് ഉദ്ദേശിച്ചത്. പക്ഷേ എന്തിലും ഏതിലും രാഷ്ട്രീയം കാണുന്ന നമ്മുടെ പ്രതിപക്ഷം അവിടെയും സുവർണാവസരം തേടുകയായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി പിന്തുണകൾ സർക്കാരിന് കൂടുതൽ വന്നതോടുകൂടി പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിന് സ്വീകാര്യത കുറയുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് കൂടുതൽ ചർച്ച വേണമെന്ന് UDFലെ ഘടകകക്ഷികൾ നിലപാട് സ്വീകരിക്കുകയും ചെയ്തത്. ആ ചർച്ചകൾക്കൊക്കെ ഒടുവിൽ എന്താണ് അവർ എടുക്കാൻ പോകുന്ന തീരുമാനമെന്ന് ഇന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നമുക്കറിയാം. ഏതായാലും ഇന്ന് രാവിലെ ആ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകും.